നമസ്കാരം. ഒരു നമ്പർ പ്രത്യേക രീതിയിൽ എഴുതി സൂക്ഷിക്കുന്നത് മികച്ച ഫലങ്ങൾ ലഭിക്കും. ധനനേട്ടത്തിനും ഇതൊരു മികച്ച വഴിയാണ്. ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കാം. ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു, ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇത്തരം ചിലതിനനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുക. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത്. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്തൊരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. ബീജം എന്നത് വിത്താണ്. ഇതിൽ നിന്നാണ് സസ്യം ഉണ്ടാകുന്നത്. അതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീം എന്നതാണ് ശ്രീ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത്. ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട്. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടം ഉണ്ടാവുക. ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക. ഇത് പൗർണമിയിൽ എഴുതാം. കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച. ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു. ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസം കണക്കാക്കുന്നു. കറുത്ത വാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാം. രാഹുകാലത്തും യമകണ്ഠ കാലത്തും എഴുതരുത്. ഇത് കലണ്ടറിൽ ലഭിക്കും. ഇത് ഉപയോഗിച്ച് എഴുതാം. ഈ നമ്പർ എഴുതാൻ ബേ ലീഫിൽ അല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈൻ ഇല്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാം. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്ക് ഒരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ അതിൽ കീറലുണ്ടാകരുത്. വൈകിട്ട് 6-ന് ശേഷം ആലില പറിക്കരുത്. ഗ്രീൻ മഷിയുള്ള പേന കൊണ്ട് എഴുതണം. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2918 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വെക്കാം. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതുതായി എഴുതി വെക്കണം. സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്തിടത്ത് ഇടണം. ആരും ചവിട്ടാത്തിടത്ത് ഇടാൻ സാധ്യമല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ചു കളയാം. ഇത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല എഴുതേണ്ടത്. ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും എഴുതാം. അതായത് ഒരു വരുമാന സ്രോതസ് ഉണ്ടാകണം. ഇതല്ലാതെ വെറുതെ ഇരുന്ന് നമ്പർ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല.